ഒത്തുതീർപ്പുകൾ. അഷിത. പ്രശസ്ത ചെറുകഥാകൃത്തും കവയിത്രിയുമാണ് അഷിത. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിലാണ് ജനിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദമെടുത്ത അഷിത ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യയായിരുന്നു. അവരുടെ പ്രധാന രചനകൾ വിസ്മയചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, കല്ലുവെച്ച നുണകൾ, തഥാഗത, ഒരു സ്ത്രീയും പറയാത്തത്, വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്, പദവിന്യാസങ്ങൾ, മീര പാടുന്നു തുടങ്ങിയിട്ടുള്ളവയാണ്. അതിൽ അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് 2015 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും വിസ്മയചിഹ്നങ്ങൾക്ക് ഇടശ്ശേരി അവാർഡും ലഭിക്കുകയുണ്ടായി. ഇനി അഷിതയുടെ വിസ്മയചിഹ്നങ്ങൾ എന്നുള്ള പുസ്തകത്തിലെ ഒത്തുതീർപ്പുകൾ എന്നുള്ള കഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൽ കോളനിയുടെ അതിർത്തിയിലെ കെട്ടിടത്തിലെ 3-ാം നിലയിലെ ഫ്ലാറ്റാണ് സരളയുടെ ഭർത്താവിന് അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ അവർ താമസം മാറ്റുമ്പോൾ കോളനിയുടെ പണി മുഴുവനായിരുന്നില്ല. അവിടെയായി ചില കെട്ടിടങ്ങളുടെ പണി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ താമസക്കാരാവട്ടെ സാവധാനം വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സരള താമസമാക്കിയ കെട്ടിടത്തിലെ ഏറ്റവും ഒടുവിൽ വന്നെത്തിയത് സരളയായിരുന്നു. പരിചയമില്ലാത്തവരുടെ ഇടയിൽ ചെന്നുപെട്ടാൽ തോന്നുന്ന അമ്പരപ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് സായാഹ്നങ്ങൾ ഇരുണ്ടു തുടങ്ങുമ്പോൾ മാത്രം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് സമയം കളയുകയായിരുന്നു ആ ദിവസങ്ങളിൽ സരള ചെയ്തിരുന്നത്. അപ്പോൾ പണി മുഴുവനാകാത്ത കെട്ടിടങ്ങളെ നോക്കി നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതോ സംസ്കാരത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെന്നും സന്ധ്യയ്ക്ക് പണി നിർത്തി ജോലിക്കാർ പിരിയുമ്പോൾ ഒരു ഗാഠനിദ്രയുടെ നിശബ്ദതയാണ് കോളനിയിൽ പരക്കുന്നതെന്നും ഒക്കെ സരള ചിലപ്പോൾ ഭർത്താവിനോട് പറയാറുണ്ട്. ഒരു കോളനിയിൽ കുറേ ഫ്ലാറ്റുകളുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ എത്തിപ്പെട്ട ഒരാളുടെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ മുഴുവൻ പണി കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് പണി നടക്കുന്ന ശബ്ദങ്ങളും അതിൻ്റെ ബഹളവും അതൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റുകളിലൊക്കെ താമസക്കാരുണ്ട്. പക്ഷേ പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ വന്നുപെട്ട ചാൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളൊരു അനുഭവം അതൊക്കെയായിരുന്നു അവിടുത്തെ സരള എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ആദ്യ സമയത്ത്. അപ്പോൾ ചരിത്രം ഐച്ഛികമായെടുത്ത് പഠിച്ചാൽ അങ്ങനെ പലതും തോന്നുമെന്നാണ് അതിനെ ഒരു തമാശയാക്കി മാറ്റി സരളയുടെ ഭർത്താവ് മറുപടി പറയാറ്. വാസ്തവത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ ബഹളം മുഴുവൻ സരള താമസിച്ചിരുന്ന കെട്ടിടത്തിന് പിൻവശത്തായിരുന്നു. അവിടെയാണ് കോളനിയിൽ പണിയെടുത്തിരുന്നവർ നിരനിരയായി കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നത്. കോളനിയുടെ മാന്യവും പരിഷ്കൃതവുമായ നിശബ്ദതയ്ക്കെതിരെ അവിടെ നിന്ന് ഉച്ചത്തിലുള്ള വഴക്കുകളും കുടിച്ചു ലക്കുകെട്ടവരുടെ ഇഴയുന്ന വാക്കുകളും ബഹളങ്ങളും കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിലും ദിവസവും ഉയർന്നു വരും. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ പറയാൻ ചരിത്രം ഐച്ഛികമായെടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നുന്ന ഭർത്താവ് സരളയോട് കളിയാക്കിയിട്ട് പറയാറുണ്ട്. അപ്പോൾ കോളനിയിലെ പണിയെടുത്തിരുന്ന ആളുകളുടെ കുടിലുകളാണ് ഈ ഫ്ലാറ്റിൻ്റെ തൊട്ട് പിൻവശത്തായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിഷ്കൃത വർഗക്കാരല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പരിഷ്കൃത ജനങ്ങളല്ലാത്തത് കൊണ്ട് അവരുടേതായിട്ടുള്ള ഒച്ചയും ബഹളവും കരച്ചിലും സംസാരവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സരള ഇങ്ങനെ പറയുന്നു. സരള താമസിച്ചിരുന്ന കെട്ടിടത്തിൽ ആരും ആ വശത്തേക്കുള്ള ജനലുകൾ തുറന്നിട്ടിരുന്നില്ല. താമസം മാറ്റുമ്പോൾ സഹായിക്കാൻ വന്ന വീരേന്ദ്ര ദേശായിയും സരളയുടെ ഭർത്താവിൻ്റെ സ്റ്റെനോ സരളയോട് പറയുകയുണ്ടായി, ആ പിൻവശത്തേക്കുള്ള കിടപ്പുമുറിയിലെ ജനലുകൾ അടച്ചേക്കൂ ഭാബിയും. അവിടെ മുഴുവൻ വൃത്തികെട്ട കൂട്ടങ്ങളാണ് താമസം. കോളനിയുടെ പണി തീരുന്നതുവരെ അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒച്ചത്തിലുള്ള സംസാരവും ബഹളവും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ഫ്ലാറ്റിൻ്റെ പിൻഭാഗത്തേക്കുള്ള ജനലുകൾ ആരും തുറക്കാറില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് പിന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് വന്നിട്ടുള്ള ഭർത്താവിൻ്റെ
ഒപ്പം ജോലി ചെയ്യുന്ന ആളും ഇവരുടെ സഹായിയും കൂടിയായിട്ടുള്ള ആളും അത് സരളയോട് പറയണ്ടായി, ആ ഭാഗത്തേക്കുള്ള ജനലുകൾ തുറക്കണ്ട. കാരണം അവരുടെ സംസ്കാരം നമ്മളുടെ ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതാണ്. അവർ ഈ കോളനിയുടെ പണി കഴിയുന്നത് വരെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള ജനലുകളൊന്നും തുറക്കണ്ട എന്ന് സരളയോട് പറയണ്ടായി. ഇപ്പോൾ പിൻവശത്തുള്ള കിടപ്പുമുറിയിലെ അത് അങ്ങനെ പറയണ്ട. ഇനി ഔപചാരികമായിട്ട് ഒന്ന് ചിരിച്ചതല്ലാതെ അതിനൊരക്ഷരം പോലും സരള മറുപടി പറഞ്ഞില്ല. അപ്പം അഭ്യസ്ത വിദ്യയും സംസ്കാര സമ്പന്നയുമായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ സരള രൂപപ്പെടുത്തിയിരുന്നു. 3-ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ കുടിലുകളിൽ താമസിക്കുന്നവരോട് തോന്നുന്ന സഹതാപത്തെക്കുറിച്ച് സരളയ്ക്ക് ഒരല്പം അഭിമാനം തന്നെയുണ്ടായിരുന്നു. പിന്നെ ദിവസങ്ങൾ ചെല്ലുന്തോറും കോളനിയിലെ ജീവിതം സരളയ്ക്ക് മടുത്തു തുടങ്ങിയിരുന്നു. കോളനിയിൽ പുതിയ താമസക്കാർ വന്നതോടെ അലിഖിത നിയമങ്ങൾ പലതും നിലവിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് പരിഷ്കൃതരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജാട കാണിക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് സരളയ്ക്ക് അതിനെക്കുറിച്ച് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സരള അതിനെ ഇങ്ങനെ ആ ഒരു സഹതാപപൂർവ്വമായിട്ടുള്ളൊരു കണ്ണുകൊണ്ട് മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ ഇവരൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ജനലുകൾ അടയ്ക്കാനോ അവരുടെ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ സരള നടത്തിയില്ല. പിന്നെ അതിന് പുറമെ അവിടുത്തെ ഫ്ലാറ്റിലത്തെ ജീവിതം അവർക്ക് മടുത്തു തുടങ്ങി എന്ന് പറയണം. കാരണം പുതിയ പുതിയ ആളുകൾ വരും, അവരുടേതായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോവാൻ സരളയ്ക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സീനിയർ ഓഫീസർമാരുടെ വീട്ടിൽ ജൂനിയർ ഓഫീസർമാരുടെ ഭാര്യമാർ 2-3 തവണ സന്ദർശനം നടത്തിയാൽ പ്രതിസന്ദർശനം നടത്തേണ്ടതുള്ളൂ. സീനിയർ ഓഫീസർമാരുടെ വീട്ടിൽ ജൂനിയർ ഓഫീസർമാരുടെ കുട്ടികളെ കളിക്കാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ വാസ്തവത്തിൽ സരളയെ പറഞ്ഞു മനസ്സിലാക്കിയത് തന്നെ മറ്റുള്ളവരാണ്. അവ ലംഘിക്കാൻ സരള മനഃപൂർവ്വം മുതിർന്നു എന്നല്ല, തീർച്ചയായും കോളനി ജീവിതത്തിൻ്റെ അനിവാര്യതയായി സരള അവയെ സ്വീകരിച്ചിരുന്നു. പക്ഷെ അത്തരം ഒത്തുതീർപ്പുകളിൽ കനത്ത ഒറ്റപ്പെടലും കഠിനമായ ആത്മനിന്ദയും സരളയ്ക്ക് എപ്പോഴും അനുഭവപ്പെട്ടു. അപ്പോൾ ആ കോളനിയിൽ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരാണല്ലോ മുഴുവനും അവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ ജൂനിയർ എന്നുള്ള ആ ഒരു വേർതിരിവ് അവിടെ വല്ലാതെ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങി. മറ്റുള്ളവർ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുകയും കൂടി ചെയ്തു. അപ്പോൾ സരളയ്ക്കാണെങ്കിൽ ഈ പറച്ചിലുകൾ കേൾക്കുമ്പോൾ തന്നെ അതിന് ഒരു തടയിടാനായിട്ടുള്ള അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം സരളയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പതുങ്ങി ഇരുണ്ട നിഴലിൽ നിന്ന് ഇറങ്ങി വരുന്ന കരിമ്പൂച്ചയെ പോലെ ഏകാന്തത ഇത്തരം ഒത്തുതീർപ്പുകളിൽ നിന്ന് മനസ്സിലേക്ക് ഇറങ്ങി വന്നു. വരുന്നതിനെക്കുറിച്ച് സരള ബോധവതിയുമായിരുന്നു. പിൻവശത്തേക്കുള്ള ജനൽ മലർക്കെ തുറന്നിട്ടിട്ടായിരുന്നു സരള അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പോൾ പരിഷ്കൃത മനുഷ്യൻ അവൻ എത്രത്തോളം തന്നിലേക്ക് തന്നെ ചുരുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ ഒരു ചുരുങ്ങൽ അത് ഫ്ലാറ്റ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നതാണ് സരളയുടെ ആ വാക്കുകളിൽ. പിന്നെ തൻ്റെ ആ ഫ്ലാറ്റ്, തൻ്റെ ആ കൂടാരം, അതിൻ്റെ അപ്പുറത്തേക്ക് താൻ ഒന്നുമല്ലാതെ ആവുന്ന അവസ്ഥ, ഒന്ന് മനസ്സ് തുറക്കാനോ സന്തോഷിക്കാനോ ഒന്നും തന്നെ പറ്റാത്ത അവസ്ഥ, ആ ഒരവസ്ഥയെ കൃത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ കഥാകാരി എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഈ അപരിഷ്കൃതരുടെ ജീവിതം കണ്ടിട്ടാണ് സരള രക്ഷ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിൻവശത്ത് പൊടിപുരണ്ട അരയിൽ കറുത്ത ചരടു കെട്ടിയ കുട്ടികൾ ആർത്തുചിരിച്ച് എല്ലാ അതിരുകളും ലംഘിച്ച് ഓടിക്കളിച്ച് മുകളിൽ നിന്ന് എറിയുന്ന കടലാസ് പൊതികൾ ആർത്തിയോടെ തുറന്നു നോക്കി. അടഞ്ഞുകിടക്കുന്ന ജനലുകളിലേക്ക് മണലും ചിലപ്പോൾ കല്ലും എറിഞ്ഞു രസിച്ചു. കുടിലുകൾക്ക് മുമ്പിൽ വാതോരാതെ വർത്തമാനം പറഞ്ഞ് പെണ്ണുങ്ങൾ പാത്രം കഴുകുകയും തുണികൾ അലക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പരിഷ്കൃതരെന്ന് പറയുന്നിടത്തോളം ചുരുങ്ങലുകൾ, അതിർവരമ്പുകൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ടി വരുന്ന, അതിൻ്റെ ഉള്ളിൽ ജീവിതം ഹോമിക്കപ്പെടേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് സരളയ്ക്ക് കോളനിയുടെ പിന്നിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ആ ജീവിതവുമായിട്ട് ആ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ
കണ്ടാസ്വദിക്കാൻ സരള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സരളയ്ക്ക് കോളനിയിൽ പരിചയക്കാരില്ലായിരുന്നു എന്നല്ല, വലിയ ഒരു വരവീണ കുപ്പിഗ്ലാസുകൾ പോലെയായിരുന്നു. പക്ഷേ ആ പരിചയങ്ങൾ താഴത്തെ ഫ്ലാറ്റിലെ മിസ്സിസ് നായരും എതിർവശത്തെ ഫ്ലാറ്റിലെ നീത മെഹ്തയും മുകളിലെ ശാന്തി മൽഹോത്രയും ഇടവിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സരളയെ സന്ദർശിച്ചിരുന്നു. അവർ കുട്ടികളുടെ മാർക്കിനെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും വേലക്കാരികളെക്കുറിച്ചും മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ മിക്സറിനെക്കുറിച്ചും ഗ്രൈൻഡറിനെക്കുറിച്ചും നേരെയുള്ള കുടിലിൽ താമസിക്കുന്ന കുപ്പമ്മയെക്കുറിച്ചും സംസാരിച്ചു. അവരുടെ സംഭാഷണത്തിൽ നിന്നാണ് സരള ആദ്യം കുപ്പമ്മയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ സരള പറയണം, ആരോടും ഒരു പരിചയമില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല.